ഈ വാർത്തയിൽ ഞാൻ എയറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല. വണ്ടി അവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പരിശോധിച്ചു, മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. അത് നേരെ ഞാൻ പോകുന്ന ATR റൂമിലോട്ടാണ്. അപ്പോൾ ബസ് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് പറയും ഉള്ളതാണോ അല്ലേ എന്നുള്ളത്. ചേട്ടൻ ഇറങ്ങി അവിടെ പോയി നോക്കി. ഇവർ ഇനിയിപ്പോൾ റെക്കോർഡിംഗ് ആണോ അല്ലേ എന്ന് എനിക്ക് തെളിയണ്ടേ. അതുകൊണ്ട് ഞാൻ പോയി നോക്കിയതാണ്. എന്താണ് വണ്ടിക്കകത്ത് കയറി പരിശോധിച്ചത്? ഡോറിൻ്റെ അകത്ത് നിന്ന് ATR അങ്ങോട്ട് പോയപ്പോൾ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോയിട്ടില്ലെന്നല്ലല്ലോ എപ്പോഴും പറയുന്നത്. പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു തന്നാൽ ഞാൻ അതേപോലെ പറയാം. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ATA കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പോകണമായിരുന്നു. സാറ് വിളിപ്പിച്ചു എന്നെ. അപ്പം ഞാൻ കാണാൻ പോകുന്നത് അന്നും മീഡിയാസിനെ എല്ലാവരും ഞാൻ വിളിച്ചതാണ്. അന്ന് കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസം മറ്റൊരു ചാനൽ ചർച്ചയിൽ ചെയ്ത് പറഞ്ഞത്, ഞാൻ എനിക്ക് ഈ മെമ്മറി കാർഡിന്റെ വസ്തുത അറിയേണ്ടതുണ്ട്, പക്ഷെ എനിക്ക് അവിടെ പോകാൻ സാധിക്കില്ല, എനിക്ക് അവിടെ കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ ചാനൽ ചർച്ചയിൽ ചെയ്ത് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ തുടക്കത്തിലും പറഞ്ഞത്. ഇത് എന്നാണ് ഞാൻ കൊടുത്തത്? കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി, അതായത് 20 കസ്റ്റഡിയിലായത് 27-ാം തീയതി. അപ്പോൾ 28-ാം തീയതിയാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്. 10:30 കഴിഞ്ഞ് 11 മണിയായി കാണും. ഞാൻ ATA കാണണമെന്ന് പറഞ്ഞ് ATA കാണാനാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി അവിടെ ഇല്ലായിരുന്നെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി അവിടെ ഇല്ലായിരുന്നു, വണ്ടി അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതുവഴി കയറി വണ്ടിക്കകത്ത് കയറി നോക്കുകയെ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കുകയോ അതിൻ്റെ കാര്യമൊന്നുമില്ല. മെമ്മറി കാർഡ് ഉണ്ടോയെന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ പരിശോധന നടത്തി. അപ്പോൾ ശരി, ആയിക്കോട്ടെ. അതൊക്കെ ഇനി ഞാൻ സംസാരിച്ചു അത് ഇതേപോലെ സംസാരിച്ചിട്ട് അതും വീഡിയോ ആക്കാൻ കാരണം ഉണ്ടാവും. അത് കോടതി ഇപ്പം നടക്കുന്ന കേസാണ്. കോടതി തെളിയിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ കോടതി മെമ്മറി കാർഡ് എവിടെ നിന്നാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബസ് ആ ഫ്രണ്ടിൽ കിടക്കുകയായിരുന്നു. ഞാൻ പറയുന്നുണ്ടല്ലോ, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതെനിക്കറിയത്തില്ലല്ലോ. 10:30-11 മണിക്ക് സർവീസ് അല്ലല്ലോ. ഏത് സർവീസാണ് പോയത്? അല്ല, ഏത് സർവീസാണ് പോയത്? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന സർവീസ് അത് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. 101 പരിശോധിച്ചെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പരിശോധിച്ചെന്ന് പറയുന്നുണ്ട്. ഞാൻ അതോടെ പോയപ്പോൾ നോക്കി. സ്ക്രീനിൽ നോക്കിയപ്പോഴത്തേക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടി കിടക്കുകയില്ലേ, ഡോറ് ക്ലോസ് അല്ലേ. ഞാൻ പിന്നെ ആ മെമ്മറി കാർഡ് എടുത്തെന്നുള്ള രീതിയിലാണ് എൻ്റെ പറയുന്നത്. CCTV പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. വണ്ടി ഓണാണെങ്കിൽ, വണ്ടിയുടെ ഇഗ്നീഷൻ ഓണാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വർക്കിങ്ങാണ്. നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴായാലും ഫ്രണ്ടായാലും എല്ലാ ക്യാമറയും വർക്കിംഗ്. പിന്നെ അതിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് പറയുന്നത്? കണ്ടക്ടർക്കെതിരെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒപ്പം ഉണ്ടായിരുന്ന കണ്ടക്ടർ ഈ വിഷയത്തിൽ കണ്ടക്ടറോട് ഒരു ഇടപെടൽ നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ പ്രവർത്തനമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ മെമ്മറി കാർഡിൽ കാണാതെ അടക്കം എന്തെങ്കിലും ഇടപെടൽ കണ്ടക്ടർ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള സംശയമുണ്ട്. എന്താണ് സംശയം? അതെന്ന് വെച്ചാൽ പാർട്ടിയിലുള്ള ആളാണെന്ന് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ സഖാവിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാവും. കണ്ടക്ടർ ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫിനെ കുറ്റം പറയില്ല. പക്ഷേ എന്നാലും അവൻ്റെ ഭാഗത്തുള്ള പാർട്ടി ബേസിലുള്ള അവന് പ്രഷർ കാണുമായിരിക്കും. അവൻ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ട്, ചെയ്ത് കാണും. ഇതിനിടയ്ക്ക് ഇത്രയും സമയം കിടക്കുകയില്ലേ. 10:30 വണ്ടി അവിടെ കൊണ്ടിട്ട്, അതും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലാണ്, സംസ്കൃത കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഇടുന്നത്. വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് 10:30 തൊട്ട് 2 മണി വരെ വണ്ടി അവിടെ ചുമ്മാ കിടക്കുകയില്ലേ. അപ്പോൾ MLA ഉണ്ട് അതിൻ്റെ അകത്ത്. അതിലെല്ലാ വാർത്തയിലും പറയുന്നുണ്ട്. MLA ഉണ്ട്, ഈ കണ്ടക്ടറുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വിജിലൻസിൻ്റെ ആൾക്കാർ വരുന്നത്. അതിനിടയ്ക്ക് എവിടെ വേണോ സംഭവം വരാമല്ലോ. MLA-യും കണ്ടക്ടറും എല്ലാം ചേർന്നിട്ട് എല്ലാവരും ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. ആയിരിക്കും. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. നമുക്ക് കാര്യം അറിയാത്ത കാര്യത്തിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് നിയമം തെളിയിക്കിട്ട്, കോടതി കേസിൽ അടക്കമില്ലേ, ബാക്കിയുള്ളവർ തെളിയിക്കിട്ട്.